മലയാള സിനിമയ്ക്ക് പ്രത്യേകതയുള്ള ഒരു സിനിമ ഫീൽഡാണ്. എക്കാലവും എല്ലാ ഭാഷകളിലുമുള്ള നായകന്മാരും നായികമാരും ഒക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമാ ഫീൽഡ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമുക്ക് തോന്നിയിരിക്കുന്ന പൗർണമി ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. മലയാള സിനിമയിൽ എല്ലായ്പ്പോഴും ഫ്രീഡം ഉണ്ടായിരുന്നു. എത്ര മിനുക്കുപണികളും അല്ലെങ്കിൽ എത്ര കട്ടിങ്ങും പിന്നെ എന്താണ് തേച്ചുമിനുക്കൽ സെൻസറിങ്ങും ഒക്കെ വന്നാലും മലയാള സിനിമയുടെ ആ ആവിഷ്കാരം എന്താണോ സംവിധായകനും രചയിതാവും ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുമായിരുന്നു. അതാണ് മലയാള സിനിമ എല്ലായ്പ്പോഴും എഴുത്തുകളിൽ ആണ് ഊന്നൽ കൊടുത്തിരിക്കുന്നതെന്ന് മറ്റുള്ള നാട്ടിലുള്ള മറ്റ് ഭാഷകളിലുള്ള സംവിധായകരും എഴുത്തുകാരും ഒക്കെ അസൂയയോടെ നോക്കിക്കണ്ടിരുന്നതും അതുകൊണ്ടാണ്. എഴുത്തിന് ഊന്നൽ നൽകിയിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറിപ്പോവുകയാണ്. പ്രത്യേകിച്ചും JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ആ സിനിമയുടെ പേര്. അതിന്റെ റിലീസ് നീട്ടിയിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഘോരം നമ്മുടെ തിരിച്ചുവരവിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് സംസാരിച്ചിരുന്നു. ഇനി അതും കൂടെ ഇതിന്റെ ഇടയിൽ ആ പെങ്കൊച്ചിട്ടും കൂടെ പണിയുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. തീർച്ചയായിട്ടും ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും നല്ലൊരു ബ്രേക്കിന് ശേഷം നല്ലൊരു ശക്തമായ സ്ത്രീ കഥാപാത്രവുമായിട്ട് അതല്ലെങ്കിൽ ആ ഒരു പേരിലാണ് അല്ലെ ശരിക്കും ആ ഒരു ജാനകി എന്നൊരു പേരിലാണ് ആ സിനിമയുടെ കോർ എന്ന് പറയുന്നത് തന്നെ ആ ഒരു പേരും ആ ഒരു കഥാപാത്രവുമാണെന്ന് അണിയറ പ്രവർത്തകർ എല്ലാം ഒന്നടങ്കം പറയുമ്പോൾ സെൻസർ ബോർഡിന് വേറൊന്നും അതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യാനില്ല. പക്ഷേ ഈ ഒരു പേര് മാറ്റണം. അതും പുരാണങ്ങളും അല്ലെങ്കിൽ സീതാദേവീനെയും ഒക്കെ പരാമർശിച്ചിട്ടുണ്ട്. അത്രയും കാട് കയറി ചിന്തിക്കേണ്ട എന്ത് ആവശ്യകതയാണെന്ന് അത് കേട്ടിരിക്കുന്ന ഏതൊരു സാധാരണക്കാരനും തോന്നും. പക്ഷെ എങ്കിൽ പോലും എങ്ങനെയാണ് ശാരിക ഇങ്ങനെയൊക്കെ ഒരു സെൻസർ ബോർഡിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേരിന്റെ പേരിൽ അതിനെ ചൊല്ലി ഒരു സിനിമയുടെ കംപ്ലീറ്റ് ഇപ്പൊ അത് മാറ്റണമെന്ന് പറഞ്ഞ് ഇനി അഥവാ അവർ മാറ്റണമെങ്കിൽ തന്നെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതിനെല്ലാം ഒരു വാല്യൂവും ഇല്ലാതാവുകയല്ലേ? അത് മാറ്റണമെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് പേര് മാത്രമല്ല, അതിനകത്തുള്ള കഥാപാത്രത്തിന്റെ പേര് കൂടെ മാറ്റണം. ടൈറ്റിൽ മാത്രമല്ല, കഥാപാത്രത്തിന്റെ പേര് മാറ്റണം. അതോടൊപ്പം ഓൾ ത്രൂ ഡബും ചെയ്യണ്ടേ. അത് പറ്റത്തില്ലെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഹനിക്കുന്ന ഒന്നാണ്. കാരണം അതിനകത്തുള്ള സീൻസ് കട്ട് ചെയ്യാൻ പറയാൻ നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന എമ്പുരാൻ വന്നപ്പോൾ ആദ്യത്തെ അരമണിക്കൂർ ഒരിക്കലും സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടതല്ല. ജനങ്ങളുടെ വികാരങ്ങൾ ജനങ്ങളാണ്, നിർമ്മാതാക്കൾ സ്വയം മാറ്റുമായിരുന്നു. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവൻ കേന്ദ്രത്തിൽ നിന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ല ഇതൊന്നും മാറ്റാനായിട്ട്. ഇതെല്ലാം നിർമ്മാതാക്കൾ തന്നെ ചെയ്തതാണ്, അല്ലെങ്കിൽ അവരുടെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ ഒരു ഇമോഷനെ മാനിച്ചുകൊണ്ടാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് സെൻസർ ചെയ്ത് പുറത്തിറക്കുന്നത്. പക്ഷേ അതിനകത്തൊരു വേർഡ് പോലും അവർ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ അരമണിക്കൂർ അല്ലെങ്കിൽ ആ അരമണിക്കൂർ 3 മിനിറ്റുള്ള 3-15 മിനിറ്റുള്ള ആ ഒരു സംഭവം അവർ മാറ്റിക്കളയുമായിരുന്നു. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ജനഗണമന പൃഥ്വിരാജിന്റെ കോർട്ട് റൂം ഡ്രാമയായിരുന്നു. അതിനകത്ത് ഗംഭീര ഡയലോഗ് പെർഫോമൻസ് ആണ് പൃഥ്വിരാജ് ചെയ്യുന്നത്. പൃഥ്വിരാജും സലിംകുമാറും ഒക്കെ ഗംഭീര ഡയലോഗ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ഇപ്പുറം ജനഗണമന കണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി, എനിക്ക് 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ്. അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം വരുന്ന ഒരു കോർട്ട് റൂം ഡ്രാമയാണ്, ഒരു ത്രില്ലർ ആണ് ഈ പറയപ്പെടുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വരുന്നത്. അതിനകത്ത് സുരേഷ് ഗോപി, നമ്മുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പ്രധാന വേഷങ്ങളിൽ വരുന്നുണ്ട്. കുറെ നാളുകൾക്ക് ഇപ്പുറം അനുഭവ പരമേശ്വരൻ, അങ്ങനെ വളരെ നല്ലൊരു ക്രൂ ആൻഡ് ചെയ്തിരിക്കുന്ന ഒരു പടം. അത് ഈ മാസം 26-ന് 27-ന് റിലീസ് ചെയ്യേണ്ട ഒരു പടം, ആ റിലീസ് മാറ്റിയിരിക്കുന്നു. ഒന്ന് ആലോചിക്കുക, എത്ര കഷ്ടപ്പാടാണ് ഈ പറയപ്പെടുന്ന ഈ സെൻസറിങ് ബോർഡ് തന്നെ. എനിക്ക് തോന്നുന്നു കുറെ ഒരു പരിധി വരെ, അതായത് ഒരു സിനിമയിൽ അവർക്ക് കൈകടത്താവുന്ന സ്വാതന്ത്ര്യം 10% കൊടുക്കാൻ പാടുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, സെൻസർ ചെയ്യേണ്ടതിന് സെൻസർ ചെയ്യണം. ഇപ്പൊ കുട്ടികൾക്ക് കാണാൻ പറ്റാത്തൊരു സാധനം, നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക വെടലകളായിട്ടുള്ള പാരന്റ്സ്, അതായത് ന്യൂ ജനറേഷൻ പാരന്റ്സ് എന്ന് പറയും ഞാൻ അതിനെക്കുറിച്ച്. കാരണം അങ്ങനെ പറയാനൊരു കാരണം കൂടുണ്ട്. മാർക്കോ പോലുള്ള സിനിമ കുഞ്ഞുങ്ങളെയായിട്ട് കണ്ട ഒരുപാട് പാരന്റ്സിനെ എനിക്കറിയാം. നമ്മൾ ആ സിനിമ കാണാനിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ എങ്ങനെ ഇവർ വന്ന് ഇത് കണ്ടു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ സാക്ഷിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഫസ്റ്റ് ഷോ കണ്ട ഒരാളാണ്. അപ്പൊ തന്നെ നമുക്കറിയാം എന്തിന് ഇവരിത് ഇങ്ങനെ കൊണ്ട് കാണിക്കുന്നു. അതിൽ എമ്പുരാനിൽ കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റാത്ത സീനുണ്ടായിരുന്നു. ഫസ്റ്റ് സീനൊന്നും കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റുന്ന സീനില്ല. അപ്പൊ അതൊക്കെ കട്ട് ചെയ്യണം തീർച്ചയായിട്ടും. OTT വരുമ്പോൾ ഇത് പ്യുവറായിട്ട് എല്ലാവർക്കും കാണാം. OTT സെൻസറിങ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സെൻസറിങ് വേണ്ടത്? ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ സെൻസറിങ് ആവശ്യമുണ്ട്. പക്ഷേ ഒരു പേര് അല്ലെങ്കിൽ ഒരു സിനിമയുടെ കോർ ഭാഗം, കോർ ഡയലോഗ് ഒക്കെ മാറ്റുക സ്വന്തം താല്പര്യപ്രകാരം, ഇത് ആരോട് ചോദിക്കും? ഇതൊക്കെ ആരാണ് ഇവർക്ക് ഇതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്? ശാരിക, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ഒരു സമീപകാലത്ത് അല്ലെങ്കിൽ ഈ വളരെ കുറച്ച് നാളുകളെ ആയുള്ളൂ ഇത്തരത്തിലുള്ള നിസാര കാര്യങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമല്ല. അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കും. അതായത് പുരാണങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ഏതോ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തികളെ ഇപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ പേരുകൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്യമുള്ളതായിരിക്കും. ഒരുപാട് പേർക്ക് സീതാദേവിയെന്നും ശ്രീദേവിയെന്നും ഒക്കെ പേരുണ്ട്. ഓരോ ദൈവങ്ങളുടെ പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അങ്ങനെ പേരിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഒരു സിനിമയായിട്ട് നമ്മൾ മുൻപ് സംസാരിച്ചതുപോലെ ഒരു സിനിമയായി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനകത്തെ ഒരു കഥാപാത്രം മാത്രമായി കണ്ടു കഴിഞ്ഞാൽ തീരുന്ന നിസാര ഒരു കാര്യത്തിനെ ഇത്രയും ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ച് വലിയൊരു വാർത്തയാക്കി
വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നു, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ തന്നെ ഒരു നല്ല കംബാക്ക് ആയിട്ട് അല്ലേ, കുറച്ച് നാളുകൾക്ക് ശേഷം വരുന്ന നല്ലൊരു മൂവി ആയിട്ട്. അതുപോലെ അനുപമ പരമേശ്വരൻ അന്യഭാഷാ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ചു, മലയാളത്തിൽ നല്ല വേഷങ്ങൾ കിട്ടിയില്ല, അല്ലെങ്കിൽ അവരെ മലയാളത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്തു. അതിനൊക്കെ ശേഷം നല്ലൊരു തിരിച്ചുവരവും അവരെ നല്ല രീതിയിൽ സ്വീകരിച്ച് കൊണ്ടുവന്ന, അതുകൊണ്ട് തന്നെ അവർ ആ പ്രൊമോഷൻ ചടങ്ങിലൊക്കെ വളരെ സന്തോഷപൂർവ്വമാണ് അവരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കഥകളും ഒക്കെ അവർ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആവേശത്തിലിരിക്കുകയാണ് ഈ ഒരു സിനിമ വരുമ്പോൾ. ഇത്രയും ഹൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രാമയാണെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കഥാ പശ്ചാത്തലമൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേട്ട് കഴിഞ്ഞ ആളുകൾക്ക് അതൊന്ന് കാണണമെന്ന് തോന്നും. അങ്ങനെ ഒരു താല്പര്യത്തിലിരിക്കുമ്പോൾ ആ സിനിമയെ തന്നെ കൊല്ലുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള നടപടികളോട് ശരിക്കും യോജിക്കാൻ പ്രേക്ഷകർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് അതിനോട് തീർച്ചയായിട്ടും യോജിക്കാൻ പറ്റില്ല അല്ലേ? അതെ, തീർച്ചയായിട്ടും പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ രാവണപ്രഭുവിലെ ജാനകി, വേറൊരു ഇതിനകത്ത് ഞാൻ കണ്ടതാണ്, രാവണപ്രഭുവിലെ രാവണന്റെ വൈഫായിട്ട് അല്ലെങ്കിൽ രാവണന്റെ കാമുകിയായിട്ട് വരുന്നത് ജാനകി എന്ന കഥാപാത്രമാണ്. അതിനകത്ത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഓ എത്ര ചരിത്രം തിരുത്തിപ്പെടുമല്ലോ ജാനകി. അതാ പറഞ്ഞേ, അന്നൊന്നും ഈ പ്രശ്നം ഇല്ലല്ലോ. അതെ, ഈ സമീപകാലത്ത് ഈ ഒരു എന്താ പറയുക, ഈ ഭരണമാറ്റത്തിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ തന്നെയാണ് ഇത്. ശരിക്കും ഇത് രാഷ്ട്രീയം കൂടി ഇതിനകത്ത് കലർത്തുന്നു. ആവശ്യമില്ലാതെ കലാവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ആവശ്യമില്ലാതെ രാഷ്ട്രീയം കലർത്തുന്ന ഒരു പ്രശ്നമാണ്. വേണ്ടതിനൊന്നും രാഷ്ട്രീയം കലർത്തത്തില്ല, വേണ്ടാത്തതിനൊക്കെ രാഷ്ട്രീയം കലർത്തുന്ന ഒരു എന്താ പറയുന്ന ഒരു സ്വജനപക്ഷപാതം ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഇൻഡസ്ട്രിയാണ്. സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുകയും അവർ ടാക്സ് ഓഫീസിൽ തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. സർക്കാരിനും പ്രയോജനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് തൊഴിൽ കൊടുക്കുന്ന ഒരു ഫീൽഡാണ്. ഈ ഒരു ശുഷ്കാന്തി എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയിൽ കാണിച്ചില്ല? എന്തുകൊണ്ട് കാണിച്ചില്ല? എനിക്ക് ചോദിക്കാനുണ്ട്, ജനങ്ങളോടല്ല, രാഷ്ട്രീയ പ്രബുദ്ധരോടും ഗവൺമെന്റിനോടും ചോദിക്കാനുള്ളതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളവർ ഇത് കാണിച്ചില്ല? സീക്രട്ടായിട്ട് എന്തോ ഒരു വിചാരണ നടത്തി അവരുടെ ആരുടെ പേരുകൾ പുറത്തുവിടാതെ അതിൽ നടത്തുന്ന ലൈംഗിക പിശാചുകളെ എന്തുകൊണ്ട് നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നില്ല? ഇപ്പോഴും അവർക്ക് മറ്റേ കൈ കഴുകി കൊടുക്കുന്നവരായിട്ട് എന്തുകൊണ്ട് മാറുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശുഷ്കാന്തിയാണല്ലോ. അയ്യോ, ചരിത്രം, സീതാദേവിയുടെ പേര്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ മുക്കാൽ പങ്കും നമ്മുടെ കേരളത്തിൽ കൂടുതലുള്ള ഈഴവ ജനതയാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഹിന്ദുക്കളിൽ മിക്കവരുടെ പേരുകളും ലക്ഷ്മി, പാർവതി, ശങ്കരൻ, നാരായണൻ, അല്ലെങ്കിൽ എല്ലാം ഇന്ന് കമൽ, എല്ലാ തരത്തിലുള്ള പേരുകളും ഏതെങ്കിലും ദൈവങ്ങളുമായിട്ട്, അത് ക്രിസ്ത്യനോ ഹിന്ദുവോ. ഇപ്പൊ ആന്റണി, അന്തോണീസ് പുണ്യാളന്റെ പേരാണ് ആന്റണി എന്ന്. വർഗീസ് ഉണ്ട്. അങ്ങനെ ക്രിസ്ത്യൻസിനും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ആയിട്ട് മുഹമ്മദിന്റെ പേരാണ്. എന്ന് വെച്ചാൽ ദൈവങ്ങളുടെ പേരുകളാണ് ഇന്ന് മിക്കവർക്കും, അതിന്റെ പര്യായങ്ങളായിരിക്കും മിക്ക മനുഷ്യരും ആണിനും പെണ്ണിനും ഇട്ടിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ മാറ്റണ്ടേ? അവരൊന്നും ദൈവങ്ങളല്ലല്ലോ. അപ്പൊ ഇപ്പൊ ബി ഉണ്ണികൃഷ്ണൻ ചോദിച്ച പോലെ ഉണ്ണികൃഷ്ണന്റെ പേരിട്ടുണ്ട് എങ്ങനെ പുള്ളി അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യും? അദ്ദേഹത്തിന്റെ ഉണ്ണികൃഷ്ണൻ എന്ന് വെച്ചാൽ അദ്ദേഹം മറ്റേ ഗുരുവായൂരപ്പന്റെ പ്രതീകമാണോ? അല്ലല്ലോ. ഉണ്ണികൃഷ്ണൻ എന്ന പേര് പണ്ടത്തെ സ്ഥിരമായിട്ടുള്ള പേരാണ്. ഉണ്ണികൃഷ്ണൻ പറയുന്നു തന്റെ അമ്മ തനിക്ക് അങ്ങനെ ഒരു പേരിട്ടു, വിളിക്കുന്ന അല്ലെ, എല്ലാരും വിളിക്കുമ്പോൾ ഞാൻ വിളി കേൾക്കുന്നു എന്ന് മാത്രമേ. അതെ, ഇപ്പൊ ശിവന്റെ പേരുകൾ എത്രയോ പേരുകളുണ്ട്. അവരെയൊക്കെ ശങ്കരൻകുട്ടി, ശങ്കരൻ, ശങ്കർനാഥ്, കേദാർനാഥ്, എന്തോരം പേരുകൾ നമ്മുടെയൊക്കെ കസിൻസിനും നമ്മുടെ മക്കൾക്കും ഒക്കെ നമ്മൾ ഇടുന്നു. എന്ന് വെച്ചാൽ അവരുടെയൊക്കെ പേര് നമുക്ക് മാറ്റാൻ പറ്റുമോ? അന്യമതത്തിലുള്ളവര് ഇങ്ങനെ പേരുകൾ, ഇന്നൊരു പേര് പണ്ടൊക്കെ മതം നോക്കി പേരിടുമായിരുന്നു, ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പോ എന്റെ കസിൻ എന്റെ നെവ്യൂന്റെ പേര് ഇഷാൻ എന്നാണ്. ഇഷാൻ മുസ്ലിം പേരാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, ഇഷാൻ ക്രിസ്ത്യൻ പേരാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, ഇഷാൻ ഹിന്ദു പേരാണെന്ന് ചിന്തിക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു പേരിൽ എന്തിരിക്കുന്നത് എപ്പോഴും കളിയായി നമ്മൾ ചോദിക്കുന്നവരാണ്. എന്തായാലും ഇപ്പോ ഈ കലയോട് കാണിച്ചത് മഹാമോശമായി പോയി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. എന്തായാലും നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ജേർണലിസ്റ്റിനെ കൂടെയും നമ്മുടെ ചാനലിനെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ വൃത്തികെട്ട ഭാഷയിൽ എന്റെ ആ ഒരു കച്ചറ വേർഡ് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനും പറയേണ്ട ഭാഷ വേറെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, വളരെ മോശം, വളരെ ലോ ക്ലാസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഇത്രയും കൾച്ചറലെസ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെയാണ് സെൻസർ ബോർഡിൽ കൊണ്ട്, എന്താണ് അവരുടെ തലം, ബോധതലം എന്നത് അവർ പറഞ്ഞാൽ കൊള്ളാം.